ഗുഡ് മോർണിംഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുന്നത് വരെയുള്ള വീഡിയോ ആണ് ഞാനിതിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇതിന് മുമ്പ് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തു. എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ ഈ വീഡിയോയ്ക്കുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതെനിക്ക് നല്ലപോലെ മനസ്സിലായി. ക്യാമറ വച്ചേക്കുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ. എനിക്ക് ട്രൈപോഡോ റിംഗ് ലൈറ്റോ ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വേറെ ആരും ഹെൽപ്പില്ലാതെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കും, ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കും, ഒരു കൈ കൊണ്ട് ജോലി ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പം ഇന്ന് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് വീടൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ എന്നും വാഷ് ബേസിനൊന്നും കഴുകാറില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യമേ കഴുകാറുള്ളൂ. അപ്പോൾ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കിങ്ങിലേക്ക് കടക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അതേ എനിക്ക് പറയാനുള്ള കാര്യം. യൂട്യൂബിൻ്റെ വീഡിയോസ് കാണുന്നതല്ലാതെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ നല്ല രീതിയിലുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നില്ല, അതൊരു പോരായ്മയാണ്. കാര്യം എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കൊന്നും ചാനൽ തുടങ്ങുന്നതും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം കുറച്ച് വ്യൂസൊക്കെ എത്തി, കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നതിന് ശേഷം എൻ്റെ ഫേസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ചാനലിൽ കാണിക്കുന്നതാണ്. അതിനുശേഷം വന്ന് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം ഞാൻ വെള്ളം കൊടുക്കുകയാണ്. എല്ലാ ദിവസവും വെള്ളം കൊടുക്കില്ല, 2 ദിവസം ഇടവിട്ട്, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകത്തില്ല അകത്തിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ നനച്ച് വീണ്ടും അകത്ത് വന്ന് ഫൈനൽ ലുക്ക് ഇതാണ്. എന്നും ഇങ്ങനെ ക്ലീനാക്കി ഇട്ടാലേ എനിക്കൊരു സംതൃപ്തിയുള്ളൂ. ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ മക്കൾ വരുമ്പോൾ ഇത് വീണ്ടും പഴയ കോലമാവും, അവർ കുളമാക്കി ഇടുന്നത്. പിന്നെ റൂമിലേക്ക് വന്ന് റൂമിലിരിക്കുന്ന എല്ലാം ഒന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ഹാപ്പി ആവുന്നത്. പിന്നെ മീൻ ഇന്നലെ മേടിച്ചത് കൊണ്ട് എളുപ്പമായി. തേങ്ങ വറുത്തരച്ച മീൻകറിയാണ് ഇന്ന് വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് ഞാൻ തേങ്ങ, ഉള്ളി, പുളി, കുരുമുളക് എല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സലാഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ക്യാരറ്റും കുക്കുംബറും കൂടി അരിഞ്ഞെടുക്കുകയാണ്. ഉച്ചക്കലത്തേക്കാണ് ഞാൻ ഉണ്ടാക്കിയതെങ്കിലും അവർ രണ്ടുപേരും കണ്ട ഉടനെ കുട്ടികൾ രണ്ടുപേരും കൊണ്ടുപോയി അത് കഴിച്ചു. അവർക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ച് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായി ഉള്ളി മൂപ്പിച്ച് പിന്നെ തക്കാളിയും മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പുളി, ഉപ്പ്, പിന്നെ ഉലുവ, കുറച്ച് കായം, പിന്നെ ജീരകം ചേർക്കാറുണ്ട് ഞാൻ രസം ഉണ്ടാക്കുമ്പോൾ. ഒരു പ്രത്യേക ഫ്ലേവറാണ്, എനിക്ക് ഇഷ്ടമാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടിച്ചെടുത്ത് വാട്ടി വെച്ചേക്കുന്ന ഉള്ളിക്കകത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് കഴിഞ്ഞു. അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് ഒന്നും കൂടി ചെറിയ തീയിലിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കാറുണ്ട്. ഇനി ഇത് ചൂട് മാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെയാണോ മീൻകറി വയ്ക്കുന്നതെന്ന് പറയണേ. വറുത്തരച്ച മീൻകറി വയ്ക്കുന്നത് ഇങ്ങനെയാണോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നീട് നമുക്ക് ഇത് ചൂടാറിയ ശേഷം മിക്സിയിൽ അരച്ചെടുത്ത് കലക്കി മീനും ചേർത്ത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പാത്രങ്ങളൊക്കെ കഴുകി ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അതിന് ഞാൻ പൊടിയൊക്കെ ഇട്ട് വച്ചിരുന്നു. അതെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പം രസവും ചോറ്, ഫിഷ് ഫ്രൈ, സാലഡ് എല്ലാം കൂട്ടി ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.